വടക്കൻ ഗസയിലെ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ ആശുപത്രിയുടെ പ്രവർത്തനം പുനഃസ്ഥാപിച്ചു. ഖത്തർ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ആശുപത്രിയാണിത്. യുദ്ധത്തിൽ പരിക്കേറ്റവർക്കും ഭിന്നശേഷിക്കാർക്കുമാണ് ഇവിടെ ചികിത്സ നൽകുന്നത്. ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ മാസങ്ങൾ അടച്ചിട്ട ശേഷമാണ് ആശുപത്രി വീണ്ടും പ്രവർത്തന സജ്ജമാകുന്നത്. ഖത്തർ ഫണ്ട് ഫോർ ഡെവലപ്മെന്റിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് ആശുപത്രിയുടെ പ്രവർത്തനം. വടക്കൻ ഗസയിൽ CT സ്കാനർ സംവിധാനമുള്ള ഏക ചികിത്സാ കേന്ദ്രമാണിത്. പ്രോസ്തറ്റിക്സ്, ഓഡിയോളജി ആൻഡ് ബാലൻസ്, ഫിസിക്കൽ റിഹാബിലിറ്റേഷൻ എന്നീ ഡിപ്പാർട്ട്മെന്റുകളും സജ്ജമായി. ഖത്തർ അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് സഹമന്ത്രി മറിയം അൽ മിസ്നദാണ് ആശുപത്രി സേവനം പുനരാരംഭിച്ചതായി അറിയിച്ചത്. ഗസയോട് ഐക്യദാർഢ്യപ്പെടേണ്ടത് ആവശ്യമാണെന്നും മനുഷ്യത്വം ഉത്തരവാദിത്തമാണ് എന്നും സമൂഹ മാധ്യമത്തിൽ എഴുതിയ കുറിപ്പിൽ അവർ വ്യക്തമാക്കി. യുദ്ധത്തിന്റെ കടുത്ത വെല്ലുവിളികൾക്കിടയിലാണ് ആശുപത്രിയുടെ സേവനം പുനരാരംഭിക്കുന്നതെന്ന് ഹോസ്പിറ്റൽ ചെയർമാൻ ഫഹദ് അഹമ്മദ് അൽ സുലൈത്തി പറഞ്ഞു. പ്രവർത്തനം തുടങ്ങിയ 2019 ഏപ്രിൽ മുതൽ 2025 ഒക്ടോബർ വരെ 52,000 പേർക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ 100 പേർക്ക് കൃത്രിമ അവയവങ്ങൾ നൽകി. 9,000 പേർക്ക് ഓഡിയോളജി സേവനവും ലഭ്യമാക്കി. മീഡിയ 1 ദോഹ.